നമസ്കാരം. ഇന്ന് ഡൽഹിയിലെ രാംലീല മൈതാനിയിൽ പ്രതിപക്ഷ പാർട്ടികളുടെ ഐക്യ റാലി നടക്കുകയാണ്, ഐക്യ സമ്മേളനം നടക്കുകയാണ്. കെജ്രിവാളിനെ അറസ്റ്റ് ചെയ്തതിൽ പ്രതിഷേധിച്ചും ആദായ നികുതി വകുപ്പിന് നോട്ടീസ് കോൺഗ്രസിന് വന്നതിൽ പ്രതിഷേധിച്ചും ആ പശ്ചാത്തലത്തിലൊക്കെയാണ് ഇപ്പോൾ ഈ ഇന്ത്യ സഖ്യത്തിലെ 26 രാഷ്ട്രീയ പാർട്ടികൾ ഉൾപ്പെടുന്ന 26ആണോ 28ആണോ എന്ന് എനിക്ക് സംശയമുണ്ട്. എന്നാലും 28ഓളം രാഷ്ട്രീയ പാർട്ടികൾ പങ്കെടുക്കുന്ന ഒരു ഐക്യ റാലി നടത്താൻ തീരുമാനിച്ചിരിക്കുകയാണ്. പക്ഷെ അത് അങ്ങനെ നടത്തുമ്പോൾ ഇപ്പുറത്ത് BJP ഇതെല്ലാം വളരെ കൗതുകത്തോടുകൂടി ഉള്ളിലൊരു ചിരി ചിരിച്ചുകൊണ്ട് ഇതെല്ലാം കണ്ടു നിൽക്കുന്നു എന്നതാണ് നമ്മൾ കാണുന്നത്. കാരണം അവരുടെ ഉള്ളിലെ ചിരിയുടെ കാര്യം എന്ന് പറയുന്നത് പശ്ചിമബംഗാളിലും മഹാരാഷ്ട്രയിലും ബീഹാറിലും ഉൾപ്പെടെയുള്ള പ്രദേശങ്ങളിൽ കേരളത്തിൽ ഇന്ത്യ മുന്നണി ഇല്ല, തകർന്നിരിക്കുന്നു. കാരണം കോൺഗ്രസ് ഇന്ത്യ മുന്നണിയിലെ പ്രധാനപ്പെട്ട 2 പാർട്ടികൾ തമ്മിലാണ് അവിടെ മത്സരം. അതുപോലെ തമിഴ്നാട്ടിൽ ഇന്ത്യ മുന്നണി ഉണ്ട് എന്ന് വേണമെങ്കിൽ പറയാം, അത്രയേ ഉള്ളൂ. കർണാടകത്തിലും അതിൻ്റെയൊക്കെ അവസ്ഥ അങ്ങനെയാണ്. കാരണം അവിടെയും കോൺഗ്രസ് CPM ഒക്കെ പരസ്പരം മത്സരിക്കുകയാണ്. അപ്പോൾ ഒരിടത്തും ഇതുവരെയും ഈ തിരഞ്ഞെടുപ്പ് ഈ പടിവാതിൽക്കൽ എത്തിയിട്ടും ഈ ഇന്ത്യ മുന്നണിക്ക് സീറ്റ് നിർണയം പോലും നടത്താൻ കഴിഞ്ഞിട്ടില്ല. മാത്രമല്ല ഏറ്റവും പ്രധാനമായിട്ട് നമ്മൾ നോക്കേണ്ടത് മഹാരാഷ്ട്രയിലെ സീറ്റ് നിർണയമാണ്. BJP വളരെ തമാശയോട് കാണുന്നതും അത് തന്നെയാണ്. ഇവർ ഇവിടെ രാംലീല മൈതാനിയിൽ ഒരുമിച്ച് ഒറ്റക്കെട്ടായി ഇങ്ങനെ കൈകൾ കോർത്ത് നിന്ന് നിൽക്കുമ്പോൾ ഇവർക്ക് ഈ അതാത് സംസ്ഥാനങ്ങളിൽ ഒറ്റക്കെട്ടായി നിന്ന് സ്ഥാനാർത്ഥികളെ നിർണ്ണയിക്കാൻ കഴിയുന്നില്ലല്ലോ എന്ന ഒരു പുച്ഛവും ഒരു ചെറിയ ഊറിയ ചിരിയും BJPയുടെ ഭാഗത്തുണ്ട് എന്നത് നമുക്ക് കാണാതിരിക്കാൻ കഴിയില്ല. കാരണം ഈ ബീഹാറിൽ ഞാൻ പറഞ്ഞു വന്നത് ഈ കഴിഞ്ഞ 2019 തിരഞ്ഞെടുപ്പിൽ പ്രതിപക്ഷ പാർട്ടികളിൽ 2 അക്ക MP-മാരെ കിട്ടിയ ആകെ 2 സംസ്ഥാനങ്ങളിൽ നിന്നാണ് 2 പാർട്ടികളാണ്. ഒന്ന് DMK പാർട്ടിക്കും ഒന്ന് തൃണമൂൽ പാർട്ടിക്കുമാണ്. അവർക്കാണ് 2 അക്ക സംഖ്യ കടന്നു കിട്ടിയത് അവരുടെ MP-മാരുടെ എണ്ണത്തിൽ. ബാക്കി ഒരു പ്രതിപക്ഷ കക്ഷികൾക്കും 2 അക്ക സംഖ്യ MP-മാരുടെ കണക്കിൽ കിട്ടിയിട്ടില്ല. എന്നാൽ ഇപ്പോൾ 2 അക്ക സംഖ്യ കിട്ടാൻ സാധ്യത ഉണ്ടായിരുന്നത് തമിഴ്നാടും പശ്ചിമബംഗാളും കഴിഞ്ഞാൽ 2 അക്ക സംഖ്യ കിട്ടാൻ സാധ്യത ഉണ്ടായിരുന്നത് മഹാരാഷ്ട്രയിലാണ്. മഹാരാഷ്ട്രയിലെ മഹാവികാസ് അഘാഡി എന്ന് പറയുന്ന അവരുടെ മഹാസഖ്യം ഒരുമിച്ച് നിന്നിരുന്നുവെങ്കിൽ 2 അക്ക സംഖ്യ കൃത്യമായിട്ടും അവർക്ക് നേടാൻ കഴിയുമായിരുന്നു. പക്ഷേ അവിടെ മഹാരാഷ്ട്രയിൽ ഉദ്ധവ് താക്കറയുടെ നേതൃത്വത്തിലുള്ള ശിവസേന ഏകപക്ഷീയമായി തന്നെ പല സീറ്റുകളും പ്രഖ്യാപിച്ചു കഴിഞ്ഞു. 4 സീറ്റുകൾ കോൺഗ്രസ് കണ്ണുവച്ചിരുന്ന ആവശ്യപ്പെട്ടിരുന്ന 4 സീറ്റുകളിൽ ഉദ്ധവ് താക്കറെ ഏകപക്ഷീയമായ സ്ഥാനാർത്ഥികളെ നിർണയിച്ചു പ്രഖ്യാപിച്ചു കഴിഞ്ഞു. അതുപോലെ തന്നെ കോൺഗ്രസ് കണ്ണുവച്ചിരുന്ന ഒരു സീറ്റ് NCP ശരത് പവാറിന്റെ സഖ്യം ഗ്രൂപ്പായ NCPയും സ്ഥാനാർത്ഥിയെ പ്രഖ്യാപിച്ചു കഴിഞ്ഞു. അതോടുകൂടി കോൺഗ്രസിന് അവിടെ ഒരു അതൃപ്തി നിറഞ്ഞു നിൽക്കുന്നു. കോൺഗ്രസിന് ഭരിക്കാൻ അല്ലെങ്കിൽ മത്സരിക്കാൻ നല്ല സീറ്റുകളില്ലാത്ത അവസ്ഥയാണ് അവിടെ വന്നിരിക്കുന്നത്. മഹാരാഷ്ട്രയിൽ മഹാവികാസ് അഘാഡി എന്ന് പറയുന്ന ആ മുന്നണി ശിഥിലമാകുന്ന തരത്തിൽ ഒരുമിക്കാൻ കഴിയാത്ത തരത്തിലേക്കാണ് ഇപ്പോൾ മുന്നോട്ട് പോകുന്നത്. ഇനി ബീഹാർ നമുക്ക് നോക്കാം. ബീഹാറിലെ RJD എന്ന് പറയുന്ന പ്രസ്ഥാനം ഏകപക്ഷീയമായി തന്നെയാണ് സ്ഥാനാർത്ഥികളെ നിർണ്ണയിച്ചു കഴിഞ്ഞു. അവിടെ 40 സീറ്റുകളാണ് മൊത്തമുള്ളത്. അതിൽ 26 സീറ്റും RJD പ്രഖ്യാപിച്ചു കഴിഞ്ഞു. ഇന്ത്യ മുന്നണിയാണെന്നൊക്കെ പറയുന്നുണ്ടെങ്കിലും അവർക്ക് ഒരുമിച്ച് അവരുടെ സ്ഥാനാർത്ഥിയെ പ്രഖ്യാപിക്കാൻ ഇതുവരെയും കഴിഞ്ഞില്ല. അത് മഹാരാഷ്ട്രയിലും കഴിഞ്ഞിട്ടില്ല, ബീഹാറിലും കഴിഞ്ഞിട്ടില്ല. 26 സീറ്റ് 40-ൽ 26 സീറ്റും RJD പ്രഖ്യാപിച്ചു കഴിഞ്ഞു. അവരുടെ സ്ഥാനാർത്ഥികളെ പ്രഖ്യാപിച്ചു കഴിഞ്ഞു. കോൺഗ്രസിന് ഒരു 9 സീറ്റ് കൊടുക്കാമെന്ന് പറയുന്നുണ്ട്. അത് എത്രമാത്രം വേണം, അതിൽ തൃപ്തരല്ല ഇപ്പോഴും കോൺഗ്രസ്. പിന്നെ CPI-ML എന്ന് പറഞ്ഞ പാർട്ടിക്ക് 3 സീറ്റ് കൊടുക്കുന്നുണ്ട്. CPIക്ക് 1, CPM-ന് 1. അങ്ങനെയാണ് അവിടെ സീറ്റ് വിഭജനം നടത്തിയിരിക്കുന്നത്. ഇപ്പോൾ RJD ആണ് അതിൻ്റെ മുന്നിൽ ഒരു പ്രഖ്യാപനം ഏകപക്ഷീയമായി നടത്തിയിരിക്കുന്നത്. ഇന്ത്യ മുന്നണി ഒരുമിച്ചിരുന്ന് കൂടി തീരുമാനിച്ചതല്ല, RJD പ്രഖ്യാപിച്ചതല്ല. 3 ഞങ്ങൾ നിങ്ങൾക്ക് തരാം, 1 CPIക്ക് തരാം, 1 CPM-ന് തരാം, 9 ഞങ്ങൾ കോൺഗ്രസിന് തരാം, 26 ഞങ്ങൾ എടുക്കും, അങ്ങനെ നമുക്ക് 40-ൽ മത്സരിക്കാം. ഇത് RJD ആണ് പറയുന്നത്. ഒരു മുന്നണിയാണെങ്കിൽ അവർ മുന്നണി ഒരുമിച്ച് കൂടിയിട്ട് തീരുമാനിക്കാൻ ഇതുവരെയും ബീഹാറിൽ കഴിഞ്ഞിട്ടില്ല. മാത്രമല്ല അവിടെ CPIക്ക് കൊടുത്തിരിക്കുന്ന ഒരു സീറ്റ് കനയ്യകുമാറിന് വേണ്ടി കോൺഗ്രസ് നോക്കി വച്ചിരുന്നതാണ്. കനയ്യകുമാറിനെ മത്സരിപ്പിച്ചാൽ അവിടെ ജയിക്കുമെന്നറിയാം. പക്ഷേ കനയ്യകുമാറിനോടുള്ള CPIയുടെ ഇതുണ്ടല്ലോ സൗന്ദര്യപ്പണക്കം ഉള്ളതുകൊണ്ട് കനയ്യകുമാറിനെ അവിടെ നിന്ന് മത്സരിക്കാൻ അവസരം കൊടുക്കാതിരിക്കാൻ വേണ്ടിയിട്ട് CPI RJDക്കാരെ നേരിട്ട് കണ്ട് പൂശാളതെല്ലാം പൂശി RJD ആ സീറ്റ് പിടിച്ചു വാങ്ങിയിരിക്കുന്നു. അങ്ങനെ കനയ്യയുടെ മണ്ഡലമായ ബഗുസരായി
CPI കൈപ്പെടുത്തിയിരിക്കുന്നു. പക്ഷെ അവിടെ കോൺഗ്രസിൽ മത്സരിക്കണമെന്ന് തന്നെയാണ്. ഇനി അവിടെ കനയ്യ അവിടെ ഒരുപക്ഷെ NDA സഖ്യത്തിലെ റിബൽ സ്ഥാനാർത്ഥി മുന്നോട്ട് വരാൻ സാധ്യത ഇല്ലാതില്ല. അങ്ങനെ ഒരുമിച്ച് കൂടാൻ കഴിയാത്ത ഒരു പ്രസ്ഥാനം ഇപ്പോൾ രാമലീല മൈതാനിയിൽ ഒരുമിച്ച് കൂടുന്നു എന്ന് പറയുമ്പോൾ അതിൽ എത്രമാത്രം ആത്മാർത്ഥതയുണ്ട് എന്ന് തന്നെയാണ് രാഷ്ട്രീയ നിരീക്ഷകർ ശ്രദ്ധിക്കുന്നത്.